മനസ്സിലാക്കേണ്ടത് അത് തിരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ പ്രവർത്തനത്തിലൂടെ അത് തിരുത്തി. ഒരുപാട് സന്ദേശങ്ങൾ ആ ഫത്ഹു മക്ക ലോകത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അത് തങ്ങളെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരാഗ്രഹമായിരുന്നു. വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. വിവിധ പ്രദേശങ്ങളിൽ അള്ളാഹുവിന്റെ ദീന് പഠിച്ച് വിശുദ്ധ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ആളുകൾ കൂലം കുത്തി ഒഴുകുന്നതും സന്തോഷപൂർവ്വം തങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും പോകാനുള്ള നല്ല ഒരു ബറ്റാലിയൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീഴിൽ തന്നെ വിശുദ്ധമായ മദീനയിൽ പാകപ്പെടുത്തിയ രൂപത്തിൽ തങ്ങൾ വളർത്തിയെടുത്തിട്ടുണ്ട് സ്വഹാബിമാരെ. പലരെയും ആ കാലഘട്ടത്തിൽ തന്നെ പലയിടങ്ങളിലേക്കും തങ്ങൾ വിട്ടയച്ചിട്ടുണ്ട്. ആ ഭാഗത്തു നിന്നൊക്കെ പലരും മദീനയിലേക്ക് വന്നിട്ടുണ്ട്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ തങ്ങൾ നിലനിൽക്കേണ്ട ആവശ്യമില്ല നബിയേ. തങ്ങൾക്ക് എന്റെ ഹളറത്തിലേക്ക് വരാൻ സമയമായി. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബാ. നമ്മെ കൊണ്ട് ഈ ഭൂമിയിൽ എന്തെങ്കിലും ഖൈറാത്തുകൾ അല്ലാഹു ലക്ഷ്യമാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ഖൈറാത്തുകൾക്ക് അല്ലാഹു നമ്മളെ കാരണക്കാരാക്കി വെച്ചാൽ പിന്നെ സഹോദരങ്ങളെ നമുക്ക് യാത്രക്കുള്ള സമയമായി എന്നാണ് അതിന്റെ അർത്ഥം കുറിക്കുന്നത്. ഒരുങ്ങാനുള്ള നേരമായി പോയി. സുജൂദിലും റുകൂഇലും ധാരാളം തസ്ബീഹ് ചൊല്ലുന്നത് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിൽ നിന്ന് കാണുമ്പോ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇതുവരെ കാണാത്ത രൂപത്തിൽ തസ്ബീഹ് വർദ്ധിപ്പിക്കുന്നുണ്ടല്ലോ. റുകൂഇലും 60 തസ്ബീഹ്, സുജൂദിലും 60 തസ്ബീഹ്, അതല്ല 63 തസ്ബീഹ്. ഇങ്ങനെ ധാരാളം തസ്ബീഹ് ചൊല്ലി നിസ്കരിക്കുന്ന ഒരു പതിവ് മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ആയിഷ, എനിക്ക് അള്ളാഹുവിന്റെ ഹളറത്തിലേക്ക് പോകാനുള്ള സമയമായി. റബ്ബ് തആല പറഞ്ഞത് കണ്ടില്ലേ, തങ്ങളെ കൊണ്ട് ഈ ഭൂമിയിൽ അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്ന ഒരുപാട് സംഗതികളുണ്ട്. ആ സംഗതികളൊക്കെ നല്ല രൂപത്തിൽ അള്ളാഹു തആല പൂർത്തീകരിച്ചു തന്നാൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബാ. പിന്നെ ഇബാദത്തിലായി തങ്ങൾ സജീവമാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് ഇബാദത്തിലായി സജീവമാവുകയാണ്. ഒരു റിപ്പോർട്ടിൽ കാണാം, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹു എന്ന സൂറത്ത് ഇറങ്ങിയ ശേഷം തങ്ങൾ ചിരിച്ചിട്ടേ ഇല്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ഉമ്മത്തുമായി ബന്ധപ്പെട്ട സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞൊരു ഘട്ടത്തിലല്ലാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചിട്ടില്ല. എല്ലാം മതിയാക്കിയിട്ട് തങ്ങൾ ഒരുങ്ങുകയാണ്, മാറുകയാണ്. സുബ്ഹാനല്ലാഹ്. തൊട്ടു മുമ്പുള്ള വർഷം തങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചത് കണ്ടില്ലേ മുഅ്മിനീങ്ങളെ? തൊട്ടു മുമ്പുള്ള മുഹറമിൽ ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ. തങ്ങൾ വഫാത്താകുന്നതിന്റെ തൊട്ടു മുമ്പുള്ള മുഹറം, ദുൽഹിജ്ജ മാസത്തിൽ ഹജ്ജ് നിർവഹിച്ചു വന്ന് മദീനയിലെത്തി. മുഹറം 10 നോമ്പ് നോൽക്കുമ്പോഴാണ് സ്വഹാബിമാരുടെ കൂട്ടത്തിൽ കുറച്ച് ആളുകൾ വന്നിട്ട് പറഞ്ഞത്, ജൂതന്മാരും പലയിടത്തും നോമ്പ് നോൽക്കുന്നുണ്ടല്ലോ. അവരോട് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എന്തിനാ മുഹറം 10 നോമ്പ് നോൽക്കുന്നത്? ജൂതന്മാര് പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല രക്ഷപ്പെടുത്തി ഫിർഔനിനെ അല്ലാഹു തആല നശിപ്പിച്ചത് ഈ മുഹറം 10. അതില് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നോമ്പ് നോൽക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഹനു അഹഖു വഔലാ ബിമൂസാ മിൻകും. നിങ്ങളെക്കാൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൂടുതൽ ബന്ധമുള്ളത് ഞങ്ങളാണ്. നിങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ പലതും തിരുത്തിയവരാണ്, പലതും വിശ്വസിക്കാത്ത ആൾക്കാരാണ്. തൗറാത്തിലെ എല്ലാ നിയമവും വിശ്വസിക്കാൻ നിങ്ങളെ കിട്ടോ? ജൂതന്മാരെ കിട്ടോ?
പലതും വിശ്വസിക്കാൻ കിട്ടൂല. പലതും തൗറാത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തിരുത്തി കൊടുത്തതാ, തൗറാത്തിലുണ്ട്. ഇഞ്ചീൽ വിശ്വസിക്കാൻ കിട്ടോ? ഇഞ്ചീലിലും പലതും ഒരു വിശ്വസിക്കൂല യഹൂദികൾ. അതുകൊണ്ട് തൗറാത്തിലും ഇഞ്ചീലിലൊക്കെ പഠിപ്പിക്കപ്പെട്ട വിഷയങ്ങൾക്ക് മാറ്റം വരുത്താതെ അംഗീകരിച്ച് വിശ്വസിക്കുന്ന ഞങ്ങളാണ് മൂസാ നബി അലൈഹിസ്സലാമുമായി നിങ്ങളെക്കാൾ ബന്ധമുള്ളവർ. തങ്ങൾ പറഞ്ഞു അവര് നോൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ പോലെയാകാൻ പാടില്ലല്ലോ, മാറ്റം. അതുകൊണ്ട് ഖാലിഫുൽ യഹൂദ്, ജൂതന്മാരോട് എതിരാകണം. അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഞാൻ 9 കൂടി നോമ്പ് നോൽക്കുകയായിരുന്നു. മുഹറം 9, 10 മുഹറം മാസ തുടങ്ങിയത്, പുതുവർഷം തുടങ്ങി. ഞാൻ ആമുഖമായി പറയുന്നത് പുതുവർഷം തുടങ്ങി. നമ്മൾ പുതുമയുള്ളവരാകണം. ജനുവരി ആകാനല്ല കാത്തിക്കണ്ടേ. ഇസ്ലാമിന്റെ പുതുവർഷം മുഹറമാണ്. അത് ആരംഭിച്ചു. ഇന്ന് മുഹറം 5 മാറാ സമയമായി. ഇനിയൊന്നും മാറുന്നില്ല. എന്നാ മാറുക? അടുത്തൊല്ലം. ഓരോ കൊല്ലം അങ്ങനെ കഴിയുമ്പോ അടുത്തൊല്ലം മാറാന്ന് പറയും. പിന്നെന്താ മാറുക? പിന്നെ ലാസ്റ്റ് മരിക്കണമെന്ന് പറയിക്കല്ലേ ഞാൻ കരുതിയെന്ന് മാറണം. അപ്പൊ ഇതിന് മരണം വന്നു. അങ്ങനെ ആകാൻ പാടില്ല. അല്ലാഹു തആല പുതിയൊരു മാറ്റത്തിന് പുതുവർഷം തന്നു. ആ പുതുവർഷത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിച്ചു. ജീവിതം ചിട്ടപ്പെടുത്തി നന്നാകാൻ നല്ലൊരു മാസം, അതും യുദ്ധം നിഷിദ്ധമായ, അനാവശ്യങ്ങൾ മുഴുവനും നിഷിദ്ധമായ മാസം. ഈ മുഹറം മാസത്തിൽ ഒരു തെറ്റ് ചെയ്യുന്നതിന് മറ്റു മാസങ്ങളെ പോലെയല്ല ശിക്ഷ കൂടുതലുണ്ട്. ഈ മുഹറം മാസത്തിൽ ഏതെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ തുടങ്ങിയിട്ട് ജീവിതം നന്നാകട്ടെ എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ജീവിതം നന്നാക്കാൻ കഴിയും. ഞാൻ എന്റെ ജീവിതം ഒന്ന് നന്നാക്കട്ടെ, ഒന്ന് മാറട്ടെ, ഒരു പുതുവർഷം അല്ലാഹു എനിക്ക് തന്നല്ലോ എന്ന് കരുതിയിട്ട് നേരത്തെ നിർവഹിക്കാത്ത പതിവില്ലാത്ത പല കാര്യങ്ങളും തുടങ്ങാൻ നമുക്കൊരു ചാൻസാണ്. ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരന്മാരെ, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം. വിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധമില്ലാത്തവർ ബന്ധം സ്ഥാപിക്കണം. വിശുദ്ധ ഖുർആൻ എനിക്ക് എത്ര തവണ ഓതാൻ കഴിയുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിന് പ്ലാൻ വരക്കണം. സമയം ക്രമീകരിച്ചുകൊണ്ട് കൂടുതലാക്കണം. എന്നും ഒരു യാസീനിലും തബാറക്കയും തൂങ്ങി നിൽക്കുന്നവരാകരുത്. എന്നും ഒരു ഇദാവക്കായത്തി മാത്രം കൊണ്ട് മതിയാക്കുന്നവരാകരുത്. ജീവിച്ചു മുന്നോട്ടാണോ അതിനൊരു ഇദാവക്കായത്തെങ്കിലും ഓതണ്ടേ? അങ്ങനെ ആകാൻ പാടില്ല. ഒരു ഇദാവക്കായത്തിയും ഒരു യാസീനും ഒരു ഫജ്റും മാത്രം ഓതിയിട്ട് മതിയാക്കുന്ന ആളുകളാകരുത്. ഖുർആനുമായി നിരന്തര ബന്ധം പുലർത്തുന്നവരാകണം. അത് ഭാഗം വെച്ചുകൊണ്ട് ഓരോ ഭാഗങ്ങൾ ഓതി തീർക്കുന്നവരാകണം.